2025 നീറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഹർഷ് ജി ഹരിയോടൊപ്പമാണ് നമ്മുടെ ഹർഷിന്റെ വിശേഷങ്ങൾ ചോദിച്ചത്. ഹായ്, എൻ്റെ പേര് ഹർഷ് ഹരി. എൻ്റെ അച്ഛൻ ഹരികുമാർ, എൻ്റെ അമ്മ ഗീത ഹരി. ഈ ഒരു ചേട്ടൻ കൂടി ഉണ്ട്. ചേട്ടൻ പക്ഷെ ഇപ്പോൾ ബാംഗ്ലൂരിൽ ജോലിയാണ്. ഹർഷിന്റെ സ്കൂളിംഗ് കാലഘട്ടം ഞാൻ 10ാം ക്ലാസ് വരെ ഇവിടെ ഒമാനിൽ മസ്കറ്റിൽ മൊബൈലിലാണ് പഠിച്ചിരുന്നത്. 10ാം ക്ലാസ്സിന് ശേഷം എനിക്ക് നീറ്റ് അറ്റൻഡ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ചേട്ടൻ നാട്ടിൽ പോയായിരുന്നു 10ാം ക്ലാസ്സിന് ശേഷം. ഈ പെർമനന്റിന്റെ +1+2 ഇന്റഗ്രേറ്റഡ് ബാച്ച്. ചേട്ടൻ പോയത് സെന്റ് ആന്റണീസ് പബ്ലിക് സ്കൂളായിരുന്നു കാഞ്ഞിരപ്പള്ളി കോട്ടയത്തിൽ. അപ്പോൾ ചേട്ടൻ പോയത് അവിടെ പോയത് കൊണ്ട് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു അങ്ങോട്ട് പോവാൻ. ഞാൻ പെർമനന്റിന്റെ സ്ക്രീനിങ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് നോക്കി. അതിൽ അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് സാപ്സി പോകാനൊരു അവസരം കിട്ടി. അതുകൊണ്ട് ഞാൻ +1+2 ഇന്റഗ്രേറ്റഡ് ബാച്ച് പെർമനന്റിന്റെ കൂടെ സാപ്സിൽ പോയായിരുന്നു. ആ വർഷം ഞാൻ നീറ്റ് അറ്റൻഡ് ചെയ്തു. പക്ഷേ പ്രതീക്ഷിച്ച മാർക്ക് എനിക്ക് കിട്ടിയില്ല. ഈ 2025 എക്സാം കഴിഞ്ഞ എക്സാമിലൊക്കെ ഏറ്റവും ടഫസ്റ്റ് എക്സാം ആയിരുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ എക്സാം എഴുതി കഴിഞ്ഞ് ഹാളിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എന്താ തോന്നി? ഞാൻ പ്രതീക്ഷിച്ച പോലെ എനിക്ക് എക്സാം എഴുതാൻ പറ്റിയിരുന്നായിരുന്നു എനിക്ക് തോന്നിയത്. ആരെങ്കിലും പ്രതീക്ഷ എക്സാം ഇത്രയും പാടായിരിക്കും. ഒരു നല്ലൊരു സന്തോഷമായിരുന്നില്ല എക്സാം കഴിഞ്ഞിട്ട്. കാരണം എനിക്ക് അറിഞ്ഞൂടായിരുന്നു ഞാൻ എന്തൊക്കെ കുത്തി. കാരണം ഭയങ്കര ടൈം വിത്ത് എക്സാം ആയിരുന്നു എനിക്കിത്. എനിക്ക് പിന്നെ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു എക്സാം എഴുതി കഴിയുമ്പോൾ തന്നെ. ഞാൻ വിചാരിച്ചില്ല എനിക്ക് ഇത്രയും നല്ലൊരു മാർക്കൊക്കെ ചിലപ്പോൾ കിട്ടുമെന്ന്. ഫിസിക്സ് പേപ്പർ നല്ല ടഫ് ആയിരുന്നു. അതെ, ഫിസിക്സ് ഭയങ്കര പാടായിരുന്നു. ഞാൻ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും മൂന്നും അത്യാവശ്യം നല്ല പാടായിരുന്നു എനിക്ക്. ഞാൻ പക്ഷേ ഫിസിക്സ് ഞാൻ പറയാൻ എനിക്ക് മനസ്സിലായി. ഇങ്ങനെ ഫിസിക്സിൽ കുറെ സമയം പറഞ്ഞിട്ട് എനിക്ക് വളരെ ഉത്തരം കിട്ടുമെന്ന്. അതുകൊണ്ട് ഞാൻ 10 സമയം കൊണ്ട് അറിയാവുന്ന കെമിസ്ട്രിയും ബയോളജിയും ഫിസിക്സ് അറിയാൻ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളൂ. പഠിക്കുന്ന സമയത്ത് പൊതുവെ 3 സബ്ജക്ട് ഏതായിരുന്നു കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്? ബുദ്ധിമുട്ട് പിന്നെ എല്ലാത്തിനും തോന്നുന്നത് ഫിസിക്സ് തന്നെയാണ് എനിക്ക് അത്യാവശ്യം ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്. പക്ഷെ എനിക്ക് ബയോളജിയെ കുറിച്ച് പാടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ബയോളജി ടൈം സ്പെൻഡ് ചെയ്യാനായിരുന്നു. ബയോളജി 5 മാസം പിന്നെ അതിൽ ഞാൻ ഓരോ ചോദ്യം ചെയ്യുമ്പോൾ കുറച്ച് അഡീഷണൽ പോയിന്റ് കിട്ടുന്ന ഞാൻ എല്ലാം എൻസൈറ്റിനെ കുറിച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടി നോക്കിപ്പോയി. മികച്ച മാർക്ക് വാങ്ങി കേരളത്തിൽ തന്നെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഹർഷ്. ഹർഷിന്റെ സ്റ്റഡി പ്ലാൻ ഒക്കെ ഒന്ന് വിശദമാക്കാം. സ്റ്റഡി പ്ലാൻ എന്ന് വെച്ചാൽ ഞാനിവിടെ 10ാം ക്ലാസ് വരെ ഈ മൊബൈൽ സ്കൂളായിരുന്നല്ലോ. അപ്പൊ ഇവിടെ ഞാൻ വലുതായിട്ട് പഠിക്കാതെ പോയാൽ എനിക്ക് അത്യാവശ്യം മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോ ഞാൻ വിചാരിച്ച് ഇങ്ങനെ തന്നെ പോയാൽ മതിയായിരിക്കും, നാട്ടിലും പോയി ഇങ്ങനെയൊക്കെ ചെയ്ത് മാർക്ക് കിട്ടാമെന്ന്. ഈ സ്കൂളിന്റെ 10ന്റെ അടി വരുവാണെങ്കിൽ ആ പരീക്ഷ എത്ര പാടാവുന്നത്. പക്ഷെ പിന്നെ നമ്മള് സാപ്സിലേക്ക് ഒരു സ്കൂളിൽ പോകുമ്പോഴാണ് മനസ്സിലാവുന്നത് അവിടെ വരുന്ന എല്ലാ കുട്ടിയും അവരുടെ സ്കൂളിലെ 10ലടി പിള്ളേരാണെന്ന്. അപ്പോ അവിടെ വെച്ച് നമുക്കൊരു റിയാലിറ്റി ചെക്ക് കിട്ടും. നമുക്ക് ഇങ്ങനെ പോയാൽ വലുതായിട്ട് ഒന്നും കിട്ടൂലെന്ന്. അപ്പോ അവിടെ ചെന്ന് എനിക്ക് ആദ്യത്തെ ഒരു 6-8 മാസം എനിക്ക് ഭയങ്കര പാടായിരുന്നു. എനിക്ക് ഒന്നാമത് എങ്ങനെ പഠിക്കണമെന്ന് പറഞ്ഞൂടാ, പിന്നെ പഠിക്കാൻ നോക്കിയിട്ടൊന്നും കിട്ടുന്നില്ല. അപ്പോ എനിക്ക് അവിടെ എൻ്റെ 2 കൂട്ടുകാരുണ്ടായിരുന്നു, പവൻ സിന്ധുരാജും ദേവനന്ദൻ ബിയും. ദേവനന്ദൻ എന്നെ അവന്റെ ഹോംസ്റ്റേയിലേക്ക് വിളിച്ച് അവന്റെ കൂടെ മാറി അവനോട് പഠിക്കാന്ന്. സത്യത്തിൽ അവിടെ വെച്ചാണ് എനിക്കൊരു മാറാൻ അവരെനിക്കൊരു അവസരം തന്നത്. കാരണം ഈ അവരുടെ ഹോസ്റ്റലിൽ മാറിയ ശേഷമാണ് എനിക്ക് സത്യത്തിൽ എങ്ങനെ പഠിക്കേണ്ടത്, എങ്ങനെ എല്ലാം ചെയ്യേണ്ടതെന്ന് അവരെന്നെ എല്ലാം പറഞ്ഞു തന്നെ. അവര് തുടക്കത്തിലൊക്കെ അവരെന്താ ചെയ്തിരുന്നേ ഞാനത് കോപ്പി ചെയ്യുന്ന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരിപ്പോ ഓൺലൈൻ വീഡിയോ കാണുവാണെങ്കിൽ ഞാനും കാണും, അവർ എക്സാം എഴുതുവാണെങ്കിൽ ഞാൻ എക്സാം എഴുതും. പക്ഷെ അവരെന്നെ തുടക്കത്തിലല്ല 2 വർഷം മൊത്തം ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുമായിരുന്നു. എപ്പോ ഡൗട്ട് ഉണ്ടെങ്കിലും അവര് ഏത് സമയത്ത് എനിക്ക് ഡൗട്ടൊക്കെ പറഞ്ഞില്ലായിരുന്നു. അപ്പൊ അതിലെനിക്ക് ഭയങ്കര നന്ദിയും സന്തോഷമുണ്ട്.
അപ്പോൾ ഈ +1 കാലത്ത് അവരുണ്ടായിരുന്ന എനിക്കൊരു ഭയങ്കര ഒരു സപ്പോർട്ടായിരുന്നു. പിന്നെ എനിക്ക് +2ലാണ് സത്യത്തിൽ എനിക്ക് അവിടെ വെച്ച് കുറച്ച് മാർക്ക് കിട്ടി തുടങ്ങിയത്. അപ്പോൾ എനിക്ക് ഇങ്ങനെ മനസ്സിലായി തുടങ്ങുന്നത് എന്ത് ചെയ്താലാ എങ്ങനെ പഠിക്കണ്ടേ, ഫിസിക്സ് എന്താ ചെയ്യണ്ടേ. പിന്നെ +2 പക്ഷേ വലിയൊരു ഇമ്പ്രൂവ്മെന്റ് ഞാൻ കണ്ടില്ല. അവസാനത്തെ മോഡൽ എക്സാം വരെ. മോഡൽ എക്സാം വന്നപ്പോൾ എനിക്ക് കുറച്ച് മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചായിരുന്നു ചിലപ്പോൾ ഈ ഫസ്റ്റ് ട്രൈയിലേക്ക് കിട്ടുമായിരിക്കും എന്ന്. പിന്നെ അവസാനത്തെ 4-5 മോഡൽ എക്സാം കഴിഞ്ഞ വർഷം ബ്രില്ലിൻ്റെ അത്യാവശ്യം എളുപ്പമാക്കിയായിരുന്നു. അപ്പോൾ അതിന് എല്ലാവർക്കും മാർക്ക് ഉണ്ടായിരുന്നു, എനിക്ക് മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് കിട്ടുമെന്ന്, നീറ്റ് കിട്ടുമെന്ന്. പിന്നെ കഴിഞ്ഞ വർഷം നീറ്റ് എഴുതിയപ്പോഴും എല്ലാവരും പറഞ്ഞായിരുന്നു എളുപ്പമായിരുന്നു. പക്ഷെ എനിക്ക് എഴുതിയപ്പോൾ എനിക്ക് കുറച്ച് പാടായി തോന്നിയായിരുന്നു. പിന്നെ ഇപ്പോൾ എല്ലാ റാങ്ക് പ്രഡിക്ഷനെ കണ്ടപ്പോഴേക്കും എനിക്ക് മനസ്സിലായി എന്തായാലും കിട്ടൂലെന്ന്. അപ്പോൾ ഞാൻ റിപ്പീറ്റ് ആണെന്ന് വിചാരിച്ചു. റിപ്പീറ്റിന് പോയപ്പോൾ എൻ്റെ കൂടെ എൻ്റെ കൂട്ടുകാരൻ പവൻ സുരാജ് ഉണ്ടായിരുന്നു. അവൻ്റെ കൂടെ പഠിക്കുന്നതായിരുന്നു എനിക്ക് എപ്പോഴും നല്ലത്. കാരണം തുടങ്ങുന്നത് പഠിച്ചു തുടങ്ങുന്നതല്ലേ. റിപ്പീറ്റിന് പോയപ്പോഴാണ് ഞാൻ കുറച്ചുകൂടി നല്ലോണം ഇമ്പ്രൂവ് ആയി തുടങ്ങിയത് എൻ്റെ പഠനത്തിലും മാർക്കിലും. രാവിലെ 8 മണിക്കാണ് ഞങ്ങൾക്ക് ക്ലാസ്. അപ്പോൾ ഞാൻ നേരത്തെ എണീറ്റ് രാവിലെ എനിക്ക് പഠിക്കാൻ നല്ലതായിട്ട് സമയം കിട്ടൂലായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ എണീറ്റ് ക്ലാസ്സിന് പോയിട്ട് ഞാൻ ഉച്ചയ്ക്ക് ശേഷമുള്ളതാണ് പഠിക്കാൻ നോക്കുന്നത്. ഞാനപ്പോൾ ഉച്ചയ്ക്ക് തൊട്ട് വൈകിട്ടുള്ള സമയമാണ് എനിക്ക് പഠിക്കാൻ കുറച്ചൊരു കംഫർട്ടബിള്. അപ്പോൾ ഞാൻ ക്ലാസ് വന്നതിന് ശേഷം രാത്രി ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ട് ഇരിക്കുമായിരുന്നു. കാരണം എനിക്കറിയാം എനിക്ക് രാവിലെ എഴുന്നേക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന്. പിന്നെ പക്ഷെ എനിക്ക് മാർക്ക് സത്യത്തിൽ എനിക്ക് അത്യാവശ്യം നല്ല മാർക്ക് കിട്ടി തുടങ്ങിയത് ഈ മോഡൽ എക്സാം വന്ന് തുടങ്ങുമ്പോഴായിരുന്നു. ആ സമയം എനിക്കൊരു നല്ല ഇമ്പ്രൂവ്മെന്റ് എനിക്ക് തോന്നി. ആ സമയത്ത് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് രാവിലെ തൊട്ട് രാത്രിയിലെ പഠിത്തം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളിപ്പോ ഒരു ദിവസം ഞാൻ ഒരു 14 മണിക്കൂർ വെച്ച് പഠിക്കാൻ നോക്കുമായിരുന്നു എല്ലാ ദിവസവും. പിന്നെ എല്ലാവരും പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കും പഠിക്കാൻ തോന്നും. ആ ഹോസ്റ്റലിലാവുമ്പോൾ ആ ഒരു വൈബ് എത്തൂല എല്ലാവരും കൂടി ആവുമ്പോൾ. പഠിക്കാനായിട്ട് ഞാൻ എപ്പോഴും ബ്രില്യന്റിന്റെ മെറ്റീരിയലായിരുന്നു ഞാൻ എപ്പോഴും ഫോക്കസ് ചെയ്തത്. അത് ഞാൻ റെസിഡൻഷ്യലും ബ്രില്യന്റായിരുന്നു ഫോക്കസ് ചെയ്തത്. റിപ്പീറ്റ് വന്നപ്പോൾ ബ്രില്യന്റ് മെറ്റീരിയലാണ് ഫോക്കസ് ചെയ്തത്. ഞാൻ കൂടുതൽ ചെയ്ത ബ്രില്യന്റിന്റെ വർക്ക് ബുക്കും ക്ലാസ് നോട്ടും പിന്നെ അവരുടെ സ്റ്റഡി പാക്കേജും മാത്രമേ ചെയ്തിട്ടുള്ളായിരുന്നു. പിന്നെ അത് സത്യത്തിൽ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടാണ് തോന്നിയത്. കാരണം അവരുടെ വർക്ക് ബുക്ക് തന്നെ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഓരോ ചാപ്റ്ററും ക്ലിയർ ആയി പോകും. ഓരോ ചാപ്റ്റർ 100 ചോദ്യം വെച്ച് ഉണ്ടായിരുന്നു മിക്ക ചാപ്റ്ററിലും. അപ്പൊ ആ ഒരു 100 ചോദ്യം ചെയ്യുമ്പോഴേക്കും കാണാൻ പറ്റുന്ന ഒരു മിക്ക ടൈപ്പ് ക്വസ്റ്റ്യനും ചെയ്ത് കാണുന്നുണ്ട് നമ്മള്. പിന്നെ അതിന്റെ എക്സാം കൂടി ഓരോ ചാപ്റ്ററിന് എക്സാം കൂടി ആവുമ്പോൾ ഓരോ ചാപ്റ്റർ നല്ല ക്ലിയർ ആയി പോകും. പിന്നെ ബ്രില്യന്റ് നമുക്ക് ഓരോ ടാബ് വെച്ച് തരുന്നുണ്ട്. ആ ടാബില് ലേണിംഗ് ആപ്പും ആ ലേണിംഗ് ആപ്പ് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ഞാൻ അത് റെസിഡൻഷ്യലി നല്ലോണം ഉപയോഗിച്ചില്ലേലും റിപ്പീറ്റ് വന്നപ്പോൾ എനിക്ക് അതിന്റെ നല്ലോണം ഉപയോഗം ഉണ്ടായി. അത് ഇവര് ബ്രില്യന്റ് ആണെങ്കിൽ എല്ലാ സമയവും പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട് ഈ നമുക്ക് കുറച്ചുകൂടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. അതിൽ ഈ വർഷം AI കുറിച്ചൊക്കെ കുറെ ഇൻട്രൊഡ്യൂസ് ആയിരുന്നു. നമുക്ക് എപ്പോഴും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ സാറുമാരോട് ചോദിക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്കിപ്പോ ഈ AI ചോദിച്ചാൽ നമുക്ക് അപ്പത്തിന് ഉത്തരം കിട്ടും. അത് സത്യത്തിൽ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ഞാൻ അത് നല്ലോണം കറി ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ലേണിംഗ് ആപ്പിൽ കുറെ ഓൺലൈൻ എക്സാമുകളും ഡൗട്ട് ക്ലിയറൻസും എല്ലാം ഉണ്ടായിരുന്നു. ബ്രില്യന്റ് പ്രൊഫസേഴ്സ് ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. നമുക്കിപ്പോ അവിടെ റെഫറൻസ് നമ്മൾ എപ്പോൾ ഇരുന്നാലും സാർമാരും അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് എപ്പോൾ ഡൗട്ട് ആണെങ്കിലും പോയി ചോദിക്കാം. അപ്പം സ്റ്റഡി പ്ലാൻ പറഞ്ഞല്ലോ, അപ്പം ഈ സബ്ജക്ട് വൈസ് അലോട്ട്മെന്റ് ഉണ്ടായിരുന്നു, ഇത്ര ടൈം ഒരു സബ്ജക്ട് അങ്ങനെ ഉണ്ടായിരുന്നു? ഇല്ല, ഞാൻ അങ്ങനെ ഓരോ സബ്ജക്റ്റിന് സമയം വെച്ചല്ല പഠിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയി തോന്നിയത് ഞാൻ മിക്ക ദിവസങ്ങളും ഒരു ദിവസം ഒരേ സബ്ജക്റ്റ് വെച്ചാണ് ഇരുന്നുകൊണ്ടിരുന്നത്. എസ്പെഷ്യലി ബയോളജി എനിക്ക് NCERT വായിക്കാൻ ഭയങ്കര സ്ലോ ആണ്. അപ്പോൾ ഞാൻ ചിലപ്പോഴൊക്കെ ഒരു ദിവസം 2 ചാപ്റ്റർ 3 ചാപ്റ്റർ ബയോളജി വെച്ച് വായിക്കാറുണ്ടായിരുന്നുള്ളൂ. ഈ മോഡൽ എക്സാം തുടങ്ങിയപ്പോൾ ഞാൻ ആകെ ഈ ഫസ്റ്റ് യൂണിറ്റ് മോഡൽ എക്സാം തുടങ്ങിയപ്പോൾ ഞാൻ ബയോളജി മാത്രമേ വായിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് ബാക്കിയൊന്നും വായിക്കാൻ സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ഈ റെസിഡൻഷ്യൽ ബാച്ച് വെച്ച് ഞാൻ ഫിസിക്സ് ആയിരുന്നു ഞാൻ ആ സമയത്ത് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് എനിക്ക് ഫിസിക്സ് ഒരു
അത്യാവശ്യം ഒരു ബേസ് ഉണ്ടായെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് റിപ്പീറ്റ് വന്നപ്പോൾ എനിക്ക് ഫിസിക്സിന് കുറച്ചുകൂടി എളുപ്പമായി തോന്നി. അപ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും എനിക്ക് കുറച്ചുകൂടി എളുപ്പമായി തോന്നുന്നുണ്ട് ഞാൻ ബയോളജിയാണ് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഈ റിപ്പീറ്റ് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ സമയം ഞാൻ സ്പെൻഡ് ചെയ്തത് ബയോളജിയാണ്. കാരണം എല്ലാവരും ഒന്ന് പറയുമായിരുന്നു, സാറുമാരാണെങ്കിലും കിട്ടിയ കൂട്ടുകാരാണ്, അവർ പറയും ബയോളജിയിലെ ഓരോ ലൈനും നമുക്ക് നോക്കി വായിക്കണമെന്ന്. അത് സത്യത്തിൽ എനിക്കൊരു റിപ്പീറ്റിന് അവസാനമായപ്പോഴാണ് എനിക്ക് മനസ്സിലായി തുടങ്ങിയത്. ആ സമയത്താണ് ഞാൻ ഓരോ ചാപ്റ്ററിന്റെ സമ്മറിയും ഓരോ ചാപ്റ്ററിന്റെ യൂണിറ്റിന് മുമ്പുള്ള ചോദ്യമൊക്കെ ഇല്ലേ, മീൻ പാരഗ്രാഫ്, അതൊക്കെ ഞാൻ അവസാന സമയത്താണ് വായിച്ചോണ്ടിരുന്നത്. ആണ് എൻ്റെ കൂട്ടുകാരൻ പവൻ, അവനായിരുന്നു പറഞ്ഞു തന്നെ എനിക്ക് ഇതൊക്കെ വായിക്കണമെന്ന്. ഈ സമയത്ത് അത് ഭാഗ്യത്തോടെ ഈ സമയത്ത് അതിന് ചോദ്യം വന്നായിരുന്നു, മറ്റേ ഫിസിയോളജിക്കൽ സയൻസ്. അത് പവൻ എന്നോട് ആ ചോദ്യം ചോദിച്ചായിരുന്നു. ആ ചോദ്യം ചോദിച്ചുകൊണ്ട് എനിക്ക് ഭാഗ്യത്തോടെ ആ സമയത്ത് ഉത്തരം കിട്ടി. അപ്പോൾ അതാണ് പറഞ്ഞ എല്ലാവരും പഠിക്കുമ്പോൾ അത്യാവശ്യം ഫോക്കസ് ചെയ്യേണ്ട ബയോളജി നല്ലോണം ഫോക്കസ് ചെയ്യണം. നമുക്ക് ഇനി തൊട്ട് പറയാൻ പറ്റൂല എവിടുന്ന് ആ ചോദ്യം വരുന്നതെന്ന്. അപ്പൊ നമ്മൾ ഓരോ ലൈനും നല്ലോണം പഠിക്കണമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സമ്മറി ആണെങ്കിലും ചാപ്റ്റർ വൈസ് നോക്കുമ്പോഴും എല്ലാ ചാപ്റ്ററിനും അത്യാവശ്യം അതേ കണക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് ബയോളജിക്ക്. അപ്പൊ ചെറിയ ചാപ്റ്റർ ആണെങ്കിലും ചോദ്യം വരുന്ന നമ്പർ ഒരേതാണ്ട് എല്ലാ ചാപ്റ്ററും നമ്മൾ സമയം കൊടുത്ത് വായിക്കണം. പഠനത്തോടൊപ്പം തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഉറക്കമൊക്കെ എങ്ങനെയായിരുന്നു മാനേജ് ചെയ്തിരുന്നത്? ഞാൻ ഈ റെസിഡൻഷ്യൽ സമയത്ത് ഞാൻ ഉറക്കത്തെ കുറിച്ച് വലുതായിട്ട് ശ്രദ്ധിച്ചില്ല. കാരണം എനിക്ക് ആ സമയത്ത് എനിക്ക് വലുതായിട്ട് തോന്നിയില്ല ഉറക്കത്തിന് വല്ല കാര്യം ഉണ്ടാവുമെന്ന്. അപ്പോൾ ഞാൻ ദിവസം 4-5 മണിക്കൂർ വെച്ച് ഇറങ്ങാറുണ്ടായിരുന്നുള്ളൂ. പക്ഷെ റിപ്പീറ്റിന് വന്നപ്പോ ഞാൻ എല്ലാത്തിനെ കുറിച്ച് കുറച്ചുകൂടി കോൺഷ്യസ് ആയി. ഞാൻ എങ്ങനെയാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോ ഞാൻ എല്ലാ ദിവസവും ഒരു 7 മണിക്കൂർ വെച്ച് ഉറങ്ങാൻ മിനിമം ട്രൈ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ ഈ മോഡൽ തുടങ്ങിയ സമയത്ത് എനിക്ക് കുറച്ച് വെപ്രാളമായി. കുറെ പഠിക്കാൻ എൻ്റെ സമയമില്ലെന്ന് വെച്ച് ഞാൻ ആ ഒരു സമയത്ത് ഞാൻ ഒരു 5-6 മണിക്കൂർ വെച്ച് വീണ്ടും ഇറങ്ങാൻ തുടങ്ങി. പക്ഷെ ആ സമയം എനിക്ക് അത് അപ്പം തന്നെ എഫക്ട് ചെയ്താലും ഒരു സമയം പോയി പോയാലും എനിക്ക് അത് നല്ലോണം ഫീൽ ചെയ്യാൻ തുടങ്ങി. എൻ്റെ മൂഡ് പോയിരിക്കുമായിരുന്നു. എനിക്ക് പിന്നെ പഠിക്കാൻ താല്പര്യം കുറഞ്ഞു. ഞാൻ ഒരു 7-8 മണിക്കൂർ വെച്ച് എല്ലാ ദിവസവും ഉറങ്ങുമായിരുന്നു. എനിക്ക് നേരത്തെ എണ്ണിക്കാൻ പാടുണ്ടായതുകൊണ്ട് ഞാൻ മിക്കവാറും ഞാനൊരു 1:30-2 തൊട്ട് 9 വരെ കിടക്കുമായിരുന്നു. അതായിരുന്നു എൻ്റെ ഒരു സ്ലീപ്പിംഗ് ടൈം. പിന്നെ എൻ്റെ റൂംമേറ്റിനും പവനും അത് തന്നെ ചെയ്തോണ്ടിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ തമ്മിൽ വ്യത്യാസം ഇല്ലായിരുന്നു. ഇപ്പൊ സ്ലീപ്പ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതാണ് എല്ലാവരും പറയുന്നത്. ടീച്ചർമാര് എപ്പോഴും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഞാൻ ഈ റെസിഡൻഷ്യൽ വെച്ചാകുമ്പോൾ തന്നെ എൻ്റെ ബിനുകുമാർ സാറ്, എൻ്റെ റെസിഡൻഷ്യൽ വെച്ച ക്ലാസ് സാറും അത്യാവശ്യം സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെ ഇവിടെ റിപ്പീറ്റ് വന്നപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ ക്ലാസ് ടീച്ചർ റോസ്നി മിസ് ഭയങ്കര നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. മിസ് നമ്മൾ എപ്പോൾ ഒന്ന് ചോദിക്കുമായിരുന്നു എന്തെങ്കിലും ഹെൽപ്പ് വേണോ, ഇപ്പം എങ്ങനെയാ തോന്നിയെന്നൊക്കെ. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര നന്നായി തോന്നി. പിന്നെ ഞങ്ങളുടെ ഹോസ്റ്റലാണേലും ഹോസ്റ്റൽ വാർഡൻസ് അജിത് സാറ്, രാഹുൽ സാറ്, ക്രിസ്റ്റഫർ സാറ്, ഇവർ 3 പേരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. നമ്മളിങ്ങനെ വലുതായിട്ട് പ്രഷർ ഒന്നും ഇടാതെ, പക്ഷെ പഠിക്കാൻ പറയും പക്ഷെ വലുതായിട്ട് പ്രഷർ ഇടില്ലായിരുന്നു. പിന്നെ അവരെപ്പോഴും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. നമുക്കിപ്പോ എന്ത് വേണമെങ്കിലും അവിടെ പോയി ചോദിക്കായിരുന്നു. അവര് ഹോസ്റ്റൽ വാസ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. നമുക്കിപ്പോ എന്ത് ഇഷ്യൂ വന്നാലും അവര് എത്രയും പെട്ടെന്ന് അത് ക്ലിയർ ചെയ്യാൻ നോക്കുമായിരുന്നു. ബെർലിനിലെ പ്രൊഫസർ ആണെങ്കിലും അവരെല്ലാവരും ഒരു നല്ല ലെവലുള്ള പ്രൊഫസർമാരാണ്. അവരിപ്പോ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആണെങ്കിലും നല്ലോണം ഇൻഡെപ്ത് ആയിട്ട് പോയി എല്ലാ ചാപ്റ്ററും വിശദമായി പഠിപ്പിക്കും. അപ്പം മോഡൽ എക്സാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ മാർക്കിങ്ങനെ അപ്പും ഡൗൺ ആയിക്കൊണ്ടിരിക്കും. അപ്പം ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഫോളോ അപ്പും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഒരു ഡെയിലി ബേസിസ് ആയിട്ട് ഫോളോ അപ്പ് ഇല്ലായിരുന്നെങ്കിൽ പോലും ക്ലാസ് ടീച്ചർ വളരെ ആക്റ്റീവായിട്ട് ആവശ്യമുള്ള അറിയിക്കേണ്ട കാര്യങ്ങളെല്ലാം നമ്മളെ കൃത്യമായിട്ട് അറിയിച്ചുകൊണ്ടിരുന്നു. അതുപോലെ അതിനേക്കാൾ എനിക്ക് വളരെ പോസിറ്റീവായിട്ട് തോന്നുന്നത് നമുക്ക് ഏത് സമയം അക്സസ് ചെയ്യാൻ പറ്റുമായിരുന്നു. നമ്മൾക്ക് ഇപ്പം ഹർഷന്റെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാലും നമുക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് ആവശ്യത്തിന് കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ അത് വളരെ പോസിറ്റീവായിട്ട് നമുക്ക് ഏത് സമയത്ത് അക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു അത് ഞാൻ വളരെ
അഡ്മിറ്റ് ചെയ്തതിന് അതിന് ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ട്. അപ്പൊ അതൊരു സപ്പോർട്ടായിരുന്നു. അതുപോലെ തന്നെ ഹോസ്റ്റൽ വാർഡന്മാരെ കുറിച്ച് പറയുകയാണെങ്കിൽ അജിത് സാറായാലും രാഹുൽ സാറായാലും അതുപോലെ നമുക്ക് ഈവൻ രാത്രി സമയങ്ങളിൽ പോലും ഞാൻ കൂടുതൽ ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന രാത്രി സമയങ്ങളിലായിരുന്നു. ആ സമയത്ത് പോലും നമുക്ക് എപ്പോഴും ഒരു വിരത്തുമ്പിലായിരുന്നു. ഹോസ്റ്റലിൽ എന്തെങ്കിലും അച്ഛന് ശാരീരികമായ ബുദ്ധിമുട്ടുള്ളത് ഹോസ്പിറ്റൽ കേസ് എന്തെങ്കിലും ഉണ്ടോണെങ്കിലും അതൊക്കെ വെച്ചാൽ അവർ നമ്മളെപ്പോലും അറിയിക്കാതെ വളരെ വൃത്തിയായി ചെയ്തിരുന്നു. അതൊക്കെ ഒരുപാട് നമ്മൾ ഈ ദൂരെ താമസിക്കുന്ന പേരെന്ന രീതിയിൽ നമുക്ക് വളരെ സമാധാനം തരുന്ന ഒരു വിഷയമായിരുന്നു. അതിലൊക്കെ ബ്രില്യൻസിന്റെ ഭാഗത്തു നിന്ന് വളരെ നമുക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ആണ് ഉണ്ടായിരുന്നത്. പിന്നെ കോർഡിനേറ്റേഴ്സ് വളരെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് അക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റെസ്പോൺസ് ആയിരുന്നു. ഈ പരീക്ഷയുടെ സമയത്ത് പോലും നമുക്കൊരു ആശങ്ക ഉണ്ടായപ്പോൾ നമ്മൾ കോർഡിനേറ്റർ ജോസഫ് സാറെ ബന്ധപ്പെടുകയും വളരെ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു റിപ്ലൈ നമുക്ക് തന്നു. നമ്മുടെ മനസ്സിന്റെ ആശങ്കയുടെ ഒരു പകുതിയല്ല സാറിനെ കാണാൻ പോകുമ്പോൾ ഉണ്ടായിരുന്ന ഒരു മാനസികാവസ്ഥയിലല്ല ഞങ്ങൾ സാറിന് മുമ്പിൽ എഴുന്നേറ്റ് പോയിരുന്നത്. അങ്ങനെ നമുക്ക് വ്യക്തിപരമാണെന്നുണ്ടെങ്കിൽ വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. ഡയറക്ടേഴ്സ് ഒക്കെ ക്ലാസ്സിൽ വരാറുണ്ടായിരുന്നു. അതിന്റെ നിർദ്ദേശങ്ങളായിരുന്നു തരുന്നത്. ഈ തുടക്കത്തിൽ ഞങ്ങൾക്ക് ആഴ്ച ഒരു എക്സാം ആയിരുന്നില്ലേ, ആ സമയങ്ങളിൽ എല്ലാ ആഴ്ചയും റാങ്ക് വിളിക്കാനായിട്ട് ഡയറക്ടർമാർ വരുമ്പോൾ തന്നെ നമ്മള് അത്യാവശ്യം എങ്ങനെ പഠിക്കേണ്ടതെന്നും അത്യാവശ്യം മോട്ടിവേഷൻ തരുമായിരുന്നു. പിന്നെ മോഡൽ സമയം ആകുമ്പോ എക്സാം കഴിഞ്ഞ് ആ ദിവസം തന്നെ റാങ്ക് വിളിക്കുന്ന ക്ലാസ് വരുമ്പോ അവര് എങ്ങനെയാ പഠിക്കണ്ടേ, നമുക്കിപ്പോ അവർക്ക് അത്യാവശ്യം എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അവര് നമുക്ക് നല്ല ടിപ്സും പോയിന്റ്സും ഒക്കെ ചൂണ്ടിക്കാണിക്കായിരുന്നു എവിടെ നമ്മൾ ചെയ്യണ്ടേ. അവര് ഏറ്റവും സ്ട്രെസ് ചെയ്ത് പറഞ്ഞ പോയിന്റ് നമ്മള് അവസാന സമയം ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടായിരുന്നു. നമ്മളൊരു ദിവസം ഒരു 2 ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് ചെയ്യാനും ശ്രമിക്കണമെന്നാണ് അവർ പറഞ്ഞത്. അത് അവർ പറയുന്ന അഡ്വൈസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അശ്വിന് ഏത് ക്ലാസ് തൊട്ടാണെങ്കിലും ഡോക്ടർ ആണെന്നൊരു മോഹം മനസ്സിലുണ്ട് തുടങ്ങി റോൾ മോഡൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? എന്റെ ചേട്ടൻ ഈ കൊല്ലത്തിന് ഇന്റഗ്രേറ്റഡ് പാഷൻ പ്ലസ് പോയായിരുന്നു. അപ്പൊ ഞാൻ 6ാം ക്ലാസ്സിലായിരുന്നു. ആ സമയത്താണ് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ ആദ്യം വന്നത്, ഇങ്ങനൊരു പ്രൊഫഷൻ ഉണ്ടെന്ന് തന്നെ അപ്പോഴാണ് ചിന്തിക്കുന്നത്. പക്ഷെ പിന്നെ ആ സമയത്ത് ഇതിനെ കുറിച്ച് വളരെ ചിന്തിച്ചില്ല. പക്ഷെ 10ാം ക്ലാസ് ഒരു അവസാനമാകുമ്പോ ബോർഡ് എക്സാം ഒക്കെ എടുക്കുമ്പോ ഞാൻ വിചാരിച്ചു ഇനി 10ാം ക്ലാസ്സിന് ശേഷം ഏത് സ്ട്രീം എടുക്കണം, സയൻസ് എടുക്കണം അതോ കൊമേഴ്സ് എടുത്ത് ചെയ്യണമെന്നായിരുന്നു. അപ്പോഴാണ് ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചാണ് ഇങ്ങനൊരു മെഡിസിൻ കോഴ്സ് എടുത്ത് സയൻസ് ക്ലാസ് എടുത്ത് പോവാന്ന്. ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചാണ് ഈ കൊല്ലത്തിന്റെ കൂടെ ചേർന്ന് പോവാന്ന്. പക്ഷെ ഞാൻ നാട്ടിൽ പോയിട്ട് വന്നില്ല, ഒറ്റയ്ക്ക് നാട്ടിൽ പോയി. ആ സമയത്താണ് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ വന്നത്. അപ്പോ പിന്നെ ഈ 2 വർഷം നമുക്ക് ഈ ഇതിനെ കുറിച്ച് വേറെ കാര്യമൊന്നും ചിന്തിക്കാൻ പറ്റില്ല. ഞാൻ വേറെ പിന്നെ കരിയർ ഓപ്ഷനെ കുറിച്ച് നോക്കിയിട്ടില്ല. കിട്ടാത്തപ്പോ ഞാൻ 2 വർഷം പിന്നെ പോകുന്നതിനെ വിചാരിച്ചുള്ളൂ, വേറെ ഒന്നും ചിന്തിച്ചിട്ടില്ല. ചിലപ്പോ ഞാൻ ഈ റെസിഡൻസിൽ പോയാലെങ്കിൽ വെറുതെ ഈ അടുത്ത വർഷം നീറ്റ് എഴുതാൻ പോകുന്ന കുട്ടികളോട് എന്താണ് പറയാനുണ്ട്? കൊറേ പറയാനുണ്ട്. പറയാണെങ്കിൽ പിന്നെ ഇത് കൊറേയൊക്കെ ഒരു ഭാഗ്യമുണ്ട്. എനിക്ക് എക്സാം അത്യാവശ്യം നല്ല ഭാഗ്യം ഉണ്ടായിരുന്നു. ഇതിപ്പോ അമ്മയച്ഛനും പ്രാർത്ഥനയായിരിക്കും. പക്ഷെ ഭാഗ്യം ഇതൊരു വലിയ ഘടകമാണ്. പിന്നെ നമ്മളെ വലുതായിട്ട് ഒരിക്കലും സ്ട്രെസ് ടെൻഷൻ കാണിക്കരുത്. കാരണം ടെൻഷൻ വെച്ചിട്ട് വലിയ കാര്യം ഉണ്ടാവില്ല. നമ്മളാകെ നമുക്ക് പഠിക്കേണ്ടത്ര നമ്മൾ പഠിക്കുക, ബാക്കി നമുക്ക് വരുന്നിടത്ത് കാണാം. ഈ സാറുമാര് പറയുന്നതെല്ലാം അവർ പറയുന്ന ടിപ്സ് ഒക്കെ നമ്മൾ തന്നെ കേട്ടിരിക്കണം. കാരണം അവർക്ക് ഇതിനെക്കുറിച്ച് നമുക്ക് അറിയാലോ, അവർക്ക് നമ്മളെക്കാൾ ഇതിനെ കുറിച്ച് കുറെ അറിയാലോ. അവരിപ്പോ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യണം പറയണമെങ്കിൽ അതാണ് നല്ലത്. ഞാൻ അവർ പറഞ്ഞ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്ത് എനിക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്തു. അവർ അവസാനത്തിനൊക്കെ ആകുമ്പോ ദിവസം അറ്റ്ലീസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ 2 ക്വസ്റ്റ്യൻ പേപ്പറും ചെയ്യണം. പിന്നെ ഈ ഷോർട്ട് നോട്ട് ഉണ്ടാക്കുന്ന ഭയങ്കര നല്ല ഇതാണ്. നമുക്ക് അവസാന സമയമാകുമ്പോ മൊത്തം വായിക്കി ഒരിക്കലും സമയം കിട്ടൂല. അതുകൊണ്ട് ഷോർട്ട് നോട്ട് തുടക്കം തൊട്ടേ ഷോർട്ട് നോട്ട് എഴുതി പോകണം. ഞാൻ ഈ തുടക്കത്തിൽ ഷോർട്ട് നോട്ട് എഴുതിയില്ല, അതുകൊണ്ട് എനിക്ക് അവസാനം എഴുതാൻ പറ്റിയ സമയം കിട്ടിയില്ല. പക്ഷെ ഈ ഷോർട്ട് നോട്ട് ഉള്ള എല്ലാവർക്കും ഒരു ഭയങ്കര ഹെൽപ്ഫുൾ ഇതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ട എൻസൈറ്റി ആണ്. ഈ ബയോളജി എൻസൈറ്റി നമ്മൾ ഭയങ്കര തറവായിട്ട് പോകണം. പിന്നെ കെമിസ്ട്രിയും അറ്റ്ലീസ്റ്റ് ഓർഗാനിക്കും ഇൻഓർഗാനിക്കും നമുക്ക് എൻസൈറ്റ് വായിക്കണം. പക്ഷെ ഫിസിക്സ് എൻസൈറ്റ് വായിച്ചാലും എല്ലാ ചാപ്റ്ററിന്റെയും
പുറകെ സമ്മറി ഉണ്ട്, പിന്നെ പോയിന്റ്സ് ടു പോയിന്റ് എന്ന സംഭവമുണ്ട്. അത് വായിക്കുന്ന കല്യാണം പറഞ്ഞിരിക്കുന്നത്. അതിന് എനിക്ക് തൊഴിലിനെ തോന്നി വെച്ചായിരുന്നു, പക്ഷെ ഈ വർഷം ഇങ്ങനെ ചോദിച്ചിട്ടില്ല. അപ്പൊ ഇത് നമ്മൾ എന്തായാലും ഫോളോ ചെയ്യണം. പിന്നെ കൂടുതൽ തൊഴിലിന്റെ മെറ്റീരിയൽസിന് ഫോളോ ചെയ്താൽ മതി. അതാണ് ഞാൻ ചെയ്തത്. പിന്നെ കുറെ ഭാഗ്യം പോയിരിക്കുകയാണ്. എനിക്ക് അത്യാവശ്യം ഭാഗ്യമായിട്ട് ഞാനൊരു സ്കൂൾ പക്ഷേ കിട്ടി. തൊഴിലിന്റെ പോയത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ എന്റെ ജീവിതത്തിൽ ഞാനായിട്ട് ആദ്യം എടുത്തൊരു വലിയ ഡിസിഷനാണ് ഈ നാട്ടിൽ പോകണം, ബെർലിനിൽ ചേരണമെന്നൊക്കെ. അത് എനിക്ക് തോന്നുന്നു ഞാൻ ആ സമയത്ത് ചെയ്തത് ഒരു വളരെ ഡിസിഷൻ ആയിരുന്നു. കാരണം ഇവിടെ തന്നെ നിൽക്കുന്നെങ്കിൽ ഒരു ചെറിയ കമ്മ്യൂണിറ്റി ഇല്ല, എനിക്ക് അറിയുന്ന കുറെ ആൾക്കാരെ ഞാൻ ഇവിടെ ഇന്ററാക്ട് ചെയ്യുന്നത്. നാട്ടിൽ പോകുമ്പോ ബെർലിനിൽ ചേർന്നതോടെ എനിക്കിപ്പോ കുറെ പുതിയ ആൾക്കാരെ കാണാൻ പറ്റി. അത് എന്നെ വളരാൻ കുറെ സഹായിച്ചു. ഞാൻ ബെർലിനിൽ ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾ സ്ട്രിക്റ്റ് ഒരു കൺട്രോളർ വൈകാൻ തന്നെ ഉദ്ദേശിച്ചത്. പക്ഷെ ഇവിടെ അങ്ങനെ അല്ലായിരുന്നു. ഇവിടെ പ്രൊഫസർമാരാണേലും എന്റെ ക്ലാസ് ആണേലും എല്ലാവരും വളരെ സപ്പോർട്ടീവും വളരെ നല്ലതായിരുന്നു. എന്റെ ഫ്രണ്ട്സ് ആണേലും എല്ലാവരും ഭയങ്കര ഫണ്ണും ജോളിയായിരുന്നു. ഞാൻ റീലപ്പെട്ട ക്ലാസ്സായിരുന്നു കയറിയത്. അപ്പൊ ഞാൻ വിചാരിച്ചു എല്ലാവരും കയറിയപ്പോൾ എല്ലാവരും കുറച്ച് സീരിയസും എല്ലാവരും മിണ്ടായിട്ട് വരില്ലെന്ന് ഞാൻ വിചാരിച്ചേ. പക്ഷെ എല്ലാവരും ഭയങ്കര ഫണ്ണായിരുന്നു. എല്ലാത്തിനും ഒപ്പം എല്ലാത്തിനും എല്ലാ സിറ്റുവേഷനിലും ടെൻഷൻ കുറയ്ക്കാൻ എല്ലാവരും റെഡിയായിരുന്നു. എന്തുകൊണ്ടും ചെയ്യാൻ റെഡിയായിരുന്നു. ഇപ്പൊ ഈ ഫെയർവെൽ പരിപാടി എടുക്കാൻ ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ എന്റെ 34 ക്ലാസ് കിട്ടിയത് എനിക്ക് സന്തോഷം ഉണ്ട് പറഞ്ഞത്. കാരണം ഈ ക്ലാസ്സിൽ കയറിയത് ഈ ക്ലാസ് അല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഇത്രയും വലിയൊരു മാർക്കെടുപ്പ് കിട്ടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. എന്റെ ക്ലാസ് ടീച്ചർ ആണെങ്കിലും എന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും ഇതൊരു വലിയ പങ്കുവച്ചിട്ടുണ്ട്. പിന്നെ പറയാനില്ലല്ലോ, എന്റെ അമ്മയും അച്ഛനും എന്റെ ചേട്ടനും. എന്റെ അമ്മയും അച്ഛനും ഭയങ്കര പ്രവർത്തനമായിരുന്നു. ഇതൊരു വലിയ പങ്കുണ്ട്. പിന്നെ ചേട്ടന്റെ സപ്പോർട്ടും ടീച്ചർമാരും ഫ്രണ്ട്സും കോർഡിനേറ്റേഴ്സും എല്ലാവരും എനിക്ക് പറയാനുണ്ട്. എനിക്കെപ്പോഴും കേരളത്തിൽ പഠിക്കാനായിട്ട് താല്പര്യം. പിന്നെ ഞാൻ ഇത്രയും മാർക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതായിരുന്നു. അതുകൊണ്ട് എനിക്ക് താല്പര്യം എന്ന് വെച്ചാൽ കേരളത്തിൽ പഠിക്കുന്നതിനാണ്. പക്ഷെ ഇപ്പൊ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി നല്ല അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ പോകാനാണ് സന്തോഷം. തീർച്ചയായിട്ടും അങ്ങനെ ഒരു അവസരം കിട്ടട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ്. അടുത്ത അച്ഛനോട് അവരോട് ചോദിക്കാനുണ്ട്. ഹർഷ ഇത്രയും മികച്ചൊരു സ്കോർ നേടിയിരിക്കുകയാണ്. അപ്പം അതില് ബ്രില്യൻസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു എഫേർട്ട് എങ്ങനെയാണ്, സപ്പോർട്ടും പറയും? തീർച്ചയായിട്ടും ബ്രില്യൻസിന്റെ സപ്പോർട്ടാണെന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും. ഇപ്പൊ ഒരാളോട് നമ്മളോട് ഇപ്പൊ ഞങ്ങൾക്ക് ഇതൊരു പ്ലാൻ ഉണ്ട് എന്താ, തീർച്ചയായിട്ടും നമുക്ക് മുമ്പിൽ വേറെ ഓപ്ഷൻ ഇല്ല. ബ്രില്യൻസ് തന്നെയാണ് ബെസ്റ്റ്. കാരണം നമ്മുടെ ഒരു കാര്യമൊക്കെ നമുക്ക് ഒന്നും പറയാനില്ലാത്ത ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് ബ്രില്യൻസ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ശരിക്കും ശരിക്കും ഹാപ്പിയാണ്. ലാസ്റ്റ് ഇപ്പൊ ആനുവൽ നമ്മുടെ വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന ആനുവൽ വീഡിയോസ് ഒക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് ബ്രില്യൻസിന്റെ ഇതാണ് നമ്മളോട് ചോദിക്കുന്നത്. ശരിക്കും ബ്രില്യൻ എന്ന് വെച്ചാൽ കുട്ടികൾക്ക് ശരിക്കും അവരുടെ സ്വന്തം വീട് പോലെ തന്നെയാണ്. അപ്പൊ എല്ലാവർക്കും ധൈര്യമായിട്ട് അവരുടെ മക്കളെ എല്ലാ കാര്യത്തിലും നമ്മുടെ പേരൻസിന്റെ അഭാവത്തിലാണെങ്കിലും എഡ്യൂക്കേഷൻ വൈസ് ആണെങ്കിലും സപ്പോർട്ടിങ് ആണെങ്കിലും എല്ലാ കാര്യത്തിലും ബ്രില്യൻസ് ഇസ് ബെസ്റ്റ് ആണ്. നമ്മളൊരു കരിയർ തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ബ്രില്യന്റ് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് ഒരു കുറച്ച് പേരെ ഞങ്ങളെ കണ്ട് ബ്രില്യന്റിൽ നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഒരുപാട് ഫ്രണ്ട്സിന്റെ മക്കളാണെങ്കിൽ തന്നെ ബ്രില്യൻസിൽ സജസ്റ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എപ്പോഴും മുമ്പില് വേറെ നമുക്ക് സെക്കൻഡായിട്ട് പറയാനില്ല, ബ്രില്യൻസ് തന്നെ. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളൂ. ശരിക്കും പക്ഷേ വിജയത്തിന്റെ പേരില് ബ്രില്യൻസിന്റെ സപ്പോർട്ട് മാത്രമാണ്. ബ്രില്യൻസ് പോയതുകൊണ്ടാണ് ഈ ഒരു വിജയം കൈവരിക്കാൻ സാധിച്ചത്. തീർച്ചയായിട്ടും എല്ലാവരും ഞങ്ങൾ ഹാപ്പിയാണ്. ബ്രില്യൻസ് ഇസ് ബെസ്റ്റ്. എക്സാം ഇത്രയും ഉയർന്ന മാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ജീവിതത്തിൽ ഇനിയും വിജയം വരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പഠിച്ചു വലിയ ഡോക്ടർ ആവട്ടെ.